ഇന്ന് നമ്മൾ ഇവിടെ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്ന രീതി പരിചയപ്പെടാം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് കോൺക്രീറ്റ് ചിപ്പ് ചെയ്തെടുത്തു പ്രഷർ പമ്പ് ഉപയോഗിച്ച് ഉപരിതലം വൃത്തിയാക്കുന്നു. തുടർന്ന് വാട്ടർ പ്രൂഫിംഗിന്റെ ആദ്യ ഘട്ടം ക്രാക്ക് ഫില്ലിംഗ് ആണ്. ക്രാക്കുകൾ തിരഞ്ഞു പിടിച്ച് വാട്ടർ പ്രൂഫിംഗ് പേസ്റ്റ് ഉപയോഗിച്ച് ഫീൽ ചെയ്യുന്നു. തുടർന്ന് ലാറ്റക്സ് ആണ്. രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 2 കോട്ട് ലാറ്റക്സ് ചെയ്തതിനു ശേഷം ഫൈബർ മെഷ് വിരിച്ചു അതിന്റെ മുകളിൽ വീണ്ടും 2 കോട്ട് അക്രിലിക് വാട്ടർ പ്രൂഫിംഗ് കൂടി ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഫ്ലെക്സിബിൾ അക്രിലിക് സിമെന്റീഷ്യസ് വാട്ടർ പ്രൂഫിംഗ് ആണ് ചെയ്യുന്നത്. പലതരത്തിലുള്ള വാട്ടർ പ്രൂഫിംഗ് വിപണിയിലുണ്ട്. സെമിറ്റീഷ്യസ് വാട്ടർ പ്രൂഫിംഗ്, അക്രിലിക് കോട്ടിംഗ്, ബിറ്റ്മീൻ കോട്ടിംഗ്, അപ്പോക്സി കോട്ടിംഗ്, APP മെമ്പറൈൻ തുടങ്ങിയവ. എല്ലാ സ്ഥലത്തും ഈ ഒരു മെത്തേഡ് അല്ല ഉപയോഗിക്കുന്നത്. കോൺക്രീറ്റ് കണ്ടതിനു ശേഷം അവിടെ ഏത് മെറ്റീരിയലുകൾ ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് കണ്ടെത്തി അനുയോജ്യമായ മെറ്റീരിയലുകളാണ് ഉപയോഗിക്കുന്നത്. സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്ന പ്രതലങ്ങളിൽ ചുമരുകൾ, പുറം ഭിത്തികൾ, സൺഷെയ്ഡ്, ടെറസ് എന്നിവിടങ്ങളിൽ ഇലാസ്റ്റോമെറിക് വാട്ടർ പ്രൂഫിംഗ് ആണ് നല്ലത്. ചൂടിന്റെ വ്യതിയാനത്തിൽ കോൺക്രീറ്റിന് ഉണ്ടാകുന്ന വികാസത്തിനനുസരിച്ച് വികസിക്കാനും ചുരുങ്ങാനും സാധിക്കുന്ന ഇലാസ്തികത ഉള്ളതുകൊണ്ടാണ് ഇത്തരം വാട്ടർ പ്രൂഫിംഗ് ഉപയോഗിക്കുന്നത്. 15 വർഷത്തെ വാറന്റിയോടെ വാട്ടർ പ്രൂഫിംഗ് ചെയ്യാൻ ഞങ്ങളെ ബന്ധപ്പെടുക.